നമസ്കാരം. ഞാൻ ശരവൺ മഹേശ്വർ. കൃഷ്ണശിലയായി എന്ന എൻ്റെ പ്രോഗ്രാമിലെ 11ാമത്തെ എപ്പിസോഡാണ്. ഭാരതരത്നം നേടിയ ഹിന്ദുസ്ഥാനി സംഗീതജ്ഞൻ പണ്ഡിറ്റ് ഭീംസെൻ ജോഷിയെക്കുറിച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. അദ്ദേഹത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പണ്ഡിറ്റ് ഭീംസെൻ ജോഷി കർണാടകയിലെ ധാർവാഡ് ജില്ലയിൽ ബ്രാഹ്മണ കുടുംബത്തിൽ 1922 ഫെബ്രുവരി 4 ജനനം. മറാത്തി ചിത്രം ഗുൽച്ച ഗണപതി, ഹിന്ദി ചിത്രങ്ങൾ ബസന്ത് ബഹർ, ഭൈരവി എന്നീ ചിത്രങ്ങളിൽ പാടിയിട്ടുണ്ട്. 1972 പത്മശ്രീ, 1985 പത്മഭൂഷൺ, 1999 പത്മവിഭൂഷൺ, 2008 ഭാരതരത്നം. 2011 ജനുവരി 24 പൂനെയിൽ വെച്ച് അന്തരിച്ചു. സംഗീതത്തിൻ്റെ മാസ്മരികത എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഹിന്ദുസ്ഥാനി കച്ചേരി കേൾക്കണം. 2 തവണ എനിക്ക് കേൾക്കാൻ ഭാഗ്യമുണ്ടായിട്ടുണ്ട്. ഒന്ന് സൂര്യയുടെ ഫെസ്റ്റിവലിൽ വെച്ച്, പിന്നൊന്ന് ദോഹയിലെ ഒരു പ്രോഗ്രാമിൽ വെച്ച്. ഇപ്പോൾ സൂര്യയിലെ പ്രോഗ്രാം നടക്കുന്ന കാലത്ത് അദ്ദേഹവുമായിട്ട് ഒരു ചിത്രമെടുക്കാൻ കഴിഞ്ഞു. അതെൻ്റെ വലിയ ഭാഗ്യമായി കരുതുന്നു. കച്ചേരി കഴിഞ്ഞ ശേഷം വിയർത്ത് കുളിച്ച് സ്റ്റേജിൻ്റെ പിന്നിൽ വന്ന അദ്ദേഹത്തിൻ്റെ നിറഞ്ഞ ആ പുഞ്ചിരി ഒരിക്കലും മനസ്സിൽ നിന്നും മായത്തേയില്ല. എത്ര വലിയ കലാകാരനായിരുന്നാലും സ്റ്റേജിനെ അഭിമുഖീകരിക്കുമ്പോൾ ഒരാൾ മാത്രമല്ല, ഒരുപാട് പേര് അവരുടെ മനസ്സ് ഒന്ന് തണുത്ത് കിട്ടാൻ വളരെയേറെ പ്രയത്നം വേണ്ടി വരും. കാരണം ആയിരക്കണക്കിന് ശ്രോതാക്കൾ, കാഴ്ചക്കാർ അദ്ദേഹത്തിൻ്റെ ഓരോ ചലനങ്ങളും വീക്ഷിക്കുകയാണ്. ഇപ്പോൾ സഭാകമ്പം എന്നൊന്നില്ലെങ്കിൽ തന്നെയും ഒരു പ്രോഗ്രാം അവസാനിച്ച് പിന്നണിയിലേക്ക് മാറുമ്പോൾ അവരുടെ മനസ്സ് അല്ലെ അവരുടെ ശരീരം ഒരു തീയിൽ നിന്നും ഒരു തണുത്ത പ്രതലത്തിലേക്ക് മാറുന്ന ഒരവസ്ഥയാണ് ഞാൻ കണ്ടുമുട്ടിയതിൽ ഏറെ പേരും. അപ്പോൾ അദ്ദേഹവുമായിട്ട് അന്ന് ഒരുപാട് നേരമൊന്നും സംസാരിക്കാൻ പറ്റിയില്ല. 2-3 ചിത്രങ്ങൾ എടുത്തു, അദ്ദേഹത്തിൻ്റെ ഓട്ടോഗ്രാഫ് വാങ്ങി. ഒരു ചോദ്യം മാത്രം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. ഓരോ രാഗങ്ങൾ ആലപിക്കാൻ തുടങ്ങുമ്പോൾ മനസ്സിൽ ഉണ്ടാകുന്ന ചിന്ത എന്താണ്? അപ്പോൾ അദ്ദേഹം എന്നെ ഒന്ന് വിടർന്ന കണ്ണുകളോട് നോക്കിയിട്ട് പറഞ്ഞു, സദസ്സിൻ്റെ ചലനങ്ങൾ, സദസ്സിൻ്റെ ആവശ്യകത, സദസ്സ് എത്തരത്തിലുള്ളതാണ് എന്ന് ആദ്യമേ ഒരു അവലോകനം ചെയ്യും. പിന്നെ ഒരു പ്രോഗ്രാമിന് പോകുമ്പോൾ മുൻകൂട്ടി ഒന്നും നിശ്ചയിക്കാറില്ല. സദസ്സിൽ കയറിയ ശേഷം മനസ്സിലേക്ക് കടന്നു വരുന്ന ഓരോ രാഗങ്ങളും, ഓരോ ഗാനവും, ഓരോ കീർത്തനങ്ങളും, അതാണ് എൻ്റെ ഇന്നേ വരെയുള്ള രീതി. കുഞ്ഞെ, ഞാൻ വളരെ ക്ഷീണിതനാണ്. ഇനിയൊരവസരത്തിൽ വളരെ വിശദമായി സംസാരിക്കാം എന്ന് പറഞ്ഞ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പക്കമേളക്കാരും മുറിക്കുള്ളിലേറ്റ്
കടന്നുപോയി. ഏറിയാൽ ഒരു 5-10 മിനിറ്റുള്ള സൗഹൃദം. അത് കഴിഞ്ഞ് എത്രയോ വർഷങ്ങൾ, 10, 12, 14 വർഷങ്ങൾക്ക് ശേഷം ഞാൻ ദോഹയിൽ ജോലി ചെയ്യുന്ന അവസരത്തിൽ ശ്രീ ഭീംസെൻ ജോഷിയുടെയും ഡോക്ടർ ബാലമുരളീകൃഷ്ണയുടെയും ഒരു ജുഗിൽബന്ദി അവിടെ അരങ്ങേറുകയുണ്ടായി. എന്നെ അതിശയിപ്പിച്ച കാര്യമെന്ന് പറഞ്ഞാൽ ആ തിയേറ്ററിനകത്ത് നിറയെ ആളുകളാണ്. സംഗീതം അറിയാവുന്നവരും അറിഞ്ഞൂടാത്തവരുമായിട്ട് നിറയെ ആൾക്കാർ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഒരു ടിക്കറ്റ് കിട്ടാൻ തന്നെ അന്ന് ഭയങ്കര പ്രയാസമായിരുന്നു. അതിൻ്റെ ചില ഓർഗനൈസേഷൻ്റെ ആളുകളുമായി എനിക്ക് പരിചയമുള്ളതുകൊണ്ട് എനിക്ക് ആ കച്ചേരി, ആ ജുഗുൽബന്ദി ആസ്വദിക്കാൻ കഴിഞ്ഞു. ഏകദേശം 2-2.5 മണിക്കൂർ നേരത്തെ ആലാപനം. അത് അനുഭവിച്ചറിയേണ്ട ഒന്നാണ്. അന്നത്തെ കാലത്ത് ഇതുപോലെ മൊബൈൽ ഫോട്ടോ എടുക്കുക അല്ലെങ്കിൽ ഷൂട്ട് ചെയ്യുക അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പല പരിമിതികളുമുണ്ട്. അപ്പോൾ ഞാനന്ന് ഇന്ത്യൻ എംബസിയുടെ കൾച്ചറൽ വിങ്ങിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് അതിൻ്റെ ഒരു ചെറിയ പരിഗണനയും ഓരോ ഓർഗനൈസേഷൻസും നമ്മളുമായി കോണ്ടാക്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോൾ, പല പ്രോഗ്രാമുകളും കണ്ടക്ട് ചെയ്യുമ്പോഴും അവർക്ക് നമ്മെ അറിയാവുന്നതുകൊണ്ടും ഇവരുമായിട്ടൊന്ന് നേരിട്ട് കോണ്ടാക്ട് ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായില്ല. പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ് ഒരു വലിയ ഹർഷാരവം, മിനിറ്റുകൾ നീളുന്ന കയ്യടികൾ. അത് കഴിഞ്ഞ് ജനങ്ങൾ തിടുക്കത്തിൽ പിരിഞ്ഞു പോവുകയാണ്. കാരണം അടുത്ത ദിവസം ഡ്യൂട്ടി ഉള്ളതാണ്. ഖത്തറിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കുടുംബമായി ഒറ്റയ്ക്കും കൂട്ടായും ഒക്കെ വന്നെത്തിയ ആൾക്കാരാണ്. ഞാൻ താമസിക്കുന്ന സിറ്റിയിലായതുകൊണ്ട് അന്ന് ദോഹ സിറ്റിയിലാണ് താമസിക്കുന്നത്. അവിടുന്ന് സ്റ്റേജിൽ കയറിയപ്പോൾ ഡോക്ടർ ബാലമുരളീകൃഷ്ണയും ഭീംസെൻ ജോഷിയായിട്ട് സംസാരിച്ചിരിക്കുന്നു. എന്നെ അതിലൊരു ഫ്രണ്ട് ഇരുവരെയും പരിചയപ്പെടുത്തി. അവർ ആ പ്രോഗ്രാമിൻ്റെ മാഗസീനിൽ കയ്യൊപ്പുകൾ ചാർത്തി തന്നു. എന്നെ അതിശയിപ്പിച്ചത് അദ്ദേഹം അന്ന് കാണുമ്പോഴും കയ്യിൽ ഒരു ഡ്രിങ്ക്സിൻ്റെ ഒരു കുപ്പിയും സ്ട്രോയും പിടിച്ചിരുന്നു. ഞങ്ങൾ 2-3 ഫോട്ടോസ് എടുത്തു ക്യാമറാമാനെ വിളിച്ച്. എന്നെ അതിശയിപ്പിച്ചത്, നിങ്ങളെ ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ടല്ലോ എവിടെയോ വെച്ച്. അപ്പോൾ ഞാനൊന്ന് ചിരിച്ചു. ഞാൻ പറഞ്ഞു കാണാൻ സാധ്യത കുറവാണ് എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും ചിരിച്ച് എൻ്റെ തോളിൽ തട്ടിയിട്ട് പറഞ്ഞു, അന്ന് സ്വർണ്ണ കളറുള്ള ഒരു ഗോൾഡൻ ജൂബിയായിരുന്നു അദ്ദേഹം അണിഞ്ഞിരുന്നത്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു സ്റ്റേജിൽ ഒരു രാഗം എങ്ങനെയാണ് വന്ന് കയറുക എന്ന് നിങ്ങൾ അന്ന് എന്നോട് ചോദിച്ചില്ലേ എന്ന് ചോദിച്ചപ്പോൾ സത്യത്തിൽ എൻ്റെ കണ്ണ് നിറഞ്ഞു. എത്രയോ വർഷങ്ങൾ ലോകത്തിൻ്റെ ഓരോ കോണിലും പ്രോഗ്രാം ചെയ്യുന്ന ഒരു വലിയ കലാകാരൻ. യാതൊരു ഭാവഭേദവുമില്ലാതെ ഞാൻ പറഞ്ഞു, ഇങ്ങനെ സൂര്യ ഫെസ്റ്റിവലിൽ വെച്ചിട്ടാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത് എന്ന് പറയുമ്പോൾ ചിരിച്ചു. എന്നിട്ട് തീൻ താൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഒരു കീർത്തനം അല്ലെങ്കിൽ ഒരു രാഗം എങ്ങനെ ജനങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കും, ജനങ്ങളുടെ മനസ്സിൽ അത് എങ്ങനെ സന്നിവേശിപ്പിക്കും എന്നത് ഒരു അനുഭവം തന്നെയാണ്. അത് അനുഭവിച്ചറിയണം, പറഞ്ഞാൽ പോരാ. അപ്പോൾ ഉടനെ തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഡോക്ടർ ബാലമുരളീകൃഷ്ണയും അടുത്തു വന്നു. കേരളക്കാരനാണോ,
കേരളത്തിലാണോ താമസം എന്നൊക്കെ എന്നോട് ചോദിച്ചു. അദ്ദേഹത്തെക്കുറിച്ച് പിന്നീട് ഞാനൊരു എപ്പിസോഡ് പറയുന്നുണ്ട്, അതുകൊണ്ട് അദ്ദേഹത്തെക്കുറിച്ച് ദീർഘമായി പറയുന്നില്ല. എങ്കിൽ ഭാരതരത്നം കിട്ടിയ ഒരു വലിയ കലാകാരൻ നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. ഇന്ന് ഇവിടെ എ സിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വലിയ ക്ഷീണം അനുഭവപ്പെടുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഗാംഭീര്യത്തിൽ ഒരു ചിരിയിരിച്ചു. അപ്പോൾ എന്നോടൊപ്പം ഉള്ള ആൾ അതിശയത്തോടു കൂടി ചോദിച്ചു, നിങ്ങൾ എങ്ങനെ ഇദ്ദേഹവുമായി പരിചയം എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അതിൻ്റെ കുറേ വിശദാംശങ്ങളും കാര്യങ്ങളും എല്ലാം പറഞ്ഞു. അപ്പോൾ അദ്ദേഹവുമായി കണ്ട് സംസാരിച്ചെല്ലാം കഴിഞ്ഞപ്പോൾ ഹിന്ദുസ്ഥാനിയിലെ രാഗങ്ങളും കർണാടക സംഗീതത്തിലെ രാഗങ്ങളും തമ്മിലുള്ള പൊരുത്തങ്ങളും പൊരുത്തക്കേടുകളും ഒക്കെ പറയുന്ന കൂട്ടത്തിൽ അദ്ദേഹം എടുത്തു പറഞ്ഞൊരു കാര്യം, ബാലമുരളികൃഷ്ണ എന്ന് പറയുന്നത് ഒരു വലിയ സംഗീതജ്ഞനാണ്. എന്നെ ഒരുപാട് വെള്ളം കുടിപ്പിച്ചു. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഒരു വലിയ കലാകാരൻ എന്ന് പറഞ്ഞപ്പോൾ സിൽക്ക് ജുബയുടെ തിളക്കത്തിൽ തിളക്കി നിന്ന ബാലമുരളികൃഷ്ണ ഒരു ചിരിയിരിച്ചു. കാരണം ഞാൻ ഹിന്ദുസ്ഥാനിയിലുള്ള പാട്ടുകൾ ആലപിക്കുമ്പോൾ അതിനനുസൃതമായി അതിനേക്കാൾ ഉപരി ഒരു ഗാനം അവതരിപ്പിക്കുമ്പോൾ അതിനു വേണ്ട പക്കമേളം, അതിനെ സമന്വയിപ്പിച്ചു കൊണ്ടുപോകാനുള്ള ഒരു തയ്യാറെടുപ്പ്, അതിശയമാണ് സത്യത്തിൽ എനിക്ക് ബാലമുരളിയെപ്പറ്റി തോന്നിയത് എന്ന് പറഞ്ഞപ്പോൾ ബാലമുരളി കൃഷ്ണ അദ്ദേഹത്തെ ഇങ്ങനെ വണങ്ങി. എവിടെയും നല്ലതിനെ നല്ലതെന്ന് പറയാനുള്ളൊരു മനസ്സ് എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ ബാലമുരളി കൃഷ്ണ അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചു. അത് കഴിഞ്ഞ് അദ്ദേഹം വേറൊരാൾ വന്ന് വിളിച്ച് അങ്ങനെ മുറിയിലോട്ട് പോയപ്പോൾ സ്ക്രീനിൻ്റെ പിന്നിലേക്ക് പോകുമ്പോൾ അദ്ദേഹം വിളിച്ചു കൂടെ, വരൂ, ഇന്നെനിക്ക് വലിയ ക്ഷീണമില്ല, നമുക്ക് ഒരുപാട് സംസാരിക്കാം. ഇപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നു, എവിടെയാണ് ജോലി, ഇപ്പോഴും സംഗീതത്തോടൊക്കെ വലിയ താല്പര്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ജനിച്ച മണ്ണിനെക്കുറിച്ചും ജീവിച്ച ജീവിതത്തെക്കുറിച്ചും അനുഭവിച്ച പ്രയാസങ്ങളെക്കുറിച്ചുമെല്ലാം കുറേയേറെ സംസാരിച്ചു. ഈ സംസാരത്തിനിടയിൽ ഒരിക്കൽ പോലും നൂറുകണക്കിന് അവാർഡുകളാണ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളത്. ലണ്ടനിലും അമേരിക്കയിലും ഫ്രാൻസിലും ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും ഹിന്ദുസ്ഥാനി സംഗീതത്തിൻ്റെ കൺസർട്ടുകൾ നടത്തിയിട്ടുള്ള ഒരു വലിയ ബഹുമുഖ പ്രതിഭ. താറെടുത്ത മുണ്ടുപോലെയുള്ള ഡ്രസ്സിങ്സും ആ ഗാംഭീര്യമുള്ള ശബ്ദവുമെല്ലാം നമ്മുടെ മനസ്സിനെ വേറൊരു തലത്തിൽ കൊണ്ടെത്തിക്കും എന്നുള്ളതിൽ സംശയമേ ഇല്ല. ഇവിടെ ഒരു പ്രത്യേകത എനിക്ക് അനുഭവപ്പെട്ടത്, ഒരു വിശ്വവിഖ്യാതനായ ഒരു വലിയ കലാകാരൻ, ഇന്ത്യയുടെ പരമോന്നത ബഹുമതിയായ ഭാരതരത്നം നേടിയ ഒരു വലിയ സംഗീതജ്ഞൻ, അദ്ദേഹത്തിൻ്റെ ഭാവത്തിലോ മട്ടിലോ പെരുമാറ്റത്തിലോ എന്തെങ്കിലും അതിശയോക്തി അല്ലെങ്കിൽ എന്തെങ്കിലും സാധാരണക്കാരനിൽ നിന്നില്ലാത്തതിന് ഉപരിയായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ എന്ന് കാണുവാൻ കഴിയില്ല എന്നുള്ളതാണ് എനിക്ക് അനുഭവപ്പെട്ടത്. ഒരു 10-22 മിനിറ്റോളം സംസാരിച്ചു കഴിഞ്ഞ് പോകാനായിട്ട് ഭാവിക്കുമ്പോൾ അദ്ദേഹം എൻ്റെ തോളിൽ തട്ടി, ഇനി എത്ര കാലം ഈ ഭൂവിൽ ഉണ്ടാകുമെന്ന് പറയാൻ കഴിയില്ല, എങ്കിലും എൻ്റെ നാദം എന്നേലും എവിടെ വച്ചെങ്കിലും കേൾക്കുമ്പോൾ ശ്രദ്ധിക്കുമല്ലോ, എൻ്റെ ആലാപനം കേൾക്കുമല്ലോ. അതാണ്
എൻ്റെ ഏറ്റവും വലിയ സന്തോഷം ശരവൺജി എന്ന് പറയുമ്പോൾ ശരിക്കും മനസ്സ് ത്രസിച്ചു. ഞാൻ അന്നും ഒന്നുമല്ല ഇന്നും ഒന്നുമല്ല, പക്ഷേ ഇന്ത്യയിൽ ഭാരതരത്നം കിട്ടിയ ഒരുപാട് പേരെ കാണാനും സംസാരിക്കാനും അവസരം കിട്ടുക എന്നത് നിസ്സാരപ്പെട്ടൊരു കാര്യമല്ല. അപ്പോൾ നമുക്ക് കിട്ടിയ ആ അനുഭവങ്ങൾ, നമുക്ക് കിട്ടിയ ആ ഓർമ്മകൾ, ആ ഓരോ ഓർമ്മകളും മറ്റുള്ളവരോട് പങ്കുവയ്ക്കുമ്പോൾ അവരുടെ മനസ്സിൻ്റെ ഏതേലും കോണിൽ നമ്മളും പെട്ടിരിക്കാം എന്ന് ചിന്തിക്കാം. ഒരുപാട് മുഖങ്ങളെ കണ്ടു എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഓരോ മുഖങ്ങളും എന്നിൽ ഉണ്ടാക്കിയ ചലനങ്ങൾ, അദ്ദേഹത്തിൻ്റെ ആ നോട്ടം, അദ്ദേഹത്തിൻ്റെ ആ ഭാവം, കുഞ്ഞേ എന്നുള്ള വിളിയും, അവിടെ നിന്നും സ്റ്റേജിൻ്റെ മറയിലേക്ക് നീങ്ങുമ്പോൾ അദ്ദേഹത്തോടൊപ്പം നിരവധി പേരാണ് അടുത്തുകൂടിയത്. അതിൽ 3-4 പേർ പ്രോഗ്രാമെല്ലാം കഴിഞ്ഞ് അദ്ദേഹത്തെ യാത്രയൊക്കെ അയച്ച ശേഷം കാണുമ്പോൾ എന്നോട് ചോദിച്ചു, ഇത്രയും വലിയ വലിയ പ്രതിഭകളെ കണ്ടിട്ടുള്ള നിങ്ങൾ എന്തിന് ഇവിടെ ജീവിതം ഹോമിക്കുന്നു? നാട്ടിൽ പോയി എന്തേലും ചെയ്ത് നല്ല രീതിയിൽ ജീവിച്ചുകൂടെ എന്ന് ചോദിച്ചപ്പോൾ ഒന്ന് ചിരിക്കാനേ കഴിഞ്ഞുള്ളൂ. ജീവിതം ക്ഷണഭങ്കുരമാണ്. നമ്മൾ എന്തൊക്കെയോ ആയിത്തീരാൻ ആഗ്രഹിക്കുന്നു, നമ്മൾ വേറെ എന്തൊക്കെയോ ആകുന്നു. അതാണ് അനുഭവങ്ങൾ. നമ്മളൊന്ന് പ്രതീക്ഷിക്കുന്നു, അതുപോലെ നടക്കുമെന്ന് ഒരു വ്യാമോഹവും കൊണ്ട് ജീവിതത്തെ മുന്നോട്ട് തുഴയേണ്ട. നമ്മൾ ആഗ്രഹിക്കുന്നതൊന്നുമല്ല നമുക്ക് ലഭിക്കുന്നത്. ആഗ്രഹിക്കുന്നത് നടക്കാം, പക്ഷേ അതിന് ചില പരിമിതികളുണ്ട്. ഇന്ന് ഞാൻ അദ്ദേഹത്തെ സ്മരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ നോട്ടം, വശ്യമായിട്ടുള്ള ആ പുഞ്ചിരി, ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. അദ്ദേഹവുമായി സംസാരിച്ച് നിൽക്കുന്നതിനിടയിൽ ഒരുപാട് പേർ വന്ന് അദ്ദേഹവുമായിട്ടുള്ള ഫോട്ടോകൾ എടുക്കുകയുണ്ടായി. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ ഒരു രാഗത്തിൻ്റെ ഒരു വരി, ഒരു രാഗത്തിൻ്റെ ആ ഒരു മൂളൽ ഇത് പറയുന്ന അവസരത്തിൽ ജോർ ആണോ എന്ന് ഓർമ്മയില്ല, ഹിന്ദുസ്ഥാനി സംഗീതത്തിലെ ഒരു രാഗം, അതിൽ ഒരു കീർത്തനത്തിൻ്റെ ഭൈരവി എന്ന ചിത്രത്തിലെ ഒരു കീർത്തനത്തിൻ്റെ ഒരു വരി എനിക്ക് വേണ്ടി മൂളിത്തരുമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ചിരിച്ചിട്ട് എൻ്റെ കവളിൽ ഞാനൊരു ചെറിയ അടി തന്നു. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഇത്രയും പാടി കേട്ടിട്ടും പോരെ? ഞാൻ പറഞ്ഞു, മനസ്സിൽ തോന്നി അത് പറഞ്ഞു എന്ന് പറഞ്ഞു. സാരമില്ല എന്ന് പറഞ്ഞു. ആ 8-10 പേർ കൂടി നിൽക്കുന്ന ആ അവസരത്തിൽ ഭൈരവിയിലെ ഒരു സോങ്ങിൻ്റെ ഒരു വരി മൂളിയപ്പോൾ സത്യം നമ്മളൊരു അതീന്ദ്രിയ ധ്യാനത്തിൽ പെട്ടതുപോലെ തോന്നി. അത്ര മനോഹരമായിരുന്നു, അത്ര ചേതോഹരമായിരുന്നു. മനസ്സിനെ നമുക്ക് ആ സമയം ഒരു സമുദ്രത്തിൽ നീന്തിത്തുടിക്കുന്ന ഒരു മത്സ്യത്തോട് ഭൂമിക്കാം. അത്ര സന്തോഷമാണെന്ന് തോന്നി. ഒരു 15 സെക്കൻഡ് വരും കേട്ട് കഴിഞ്ഞ് ഞാൻ മതി സാർ എന്ന് പറഞ്ഞപ്പോൾ, ഇല്ല ഞാൻ സ്വല്പം കൂടെ പറഞ്ഞു, വേണ്ട, ക്ഷീണിച്ച് പ്രോഗ്രാം കഴിഞ്ഞല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞു. എന്നെയും ഓർമ്മിക്കുമല്ലോ എന്ന് പറഞ്ഞ് കൂപ്പുകൈകളോടെ
അവിടുന്ന് ഇറങ്ങുമ്പോൾ അദ്ദേഹം എന്നെ ഒന്ന് നോക്കി. ആ നോട്ടത്തിൽ സന്തോഷവും ദുഃഖവും ഓർമ്മകളും ഓർമ്മയുടെ നനവുകളും എല്ലാം ഉണ്ടായിരുന്നു. തിരക്കിട്ട് അവിടെ നിന്നും ദോഹ തിയേറ്ററിൽ നിന്നും പുറത്തിറങ്ങി താമസ സ്ഥലത്തേക്ക് പോകണമെങ്കിൽ ആ രാത്രിയിൽ വാഹനങ്ങളൊക്കെ കിട്ടാൻ വളരെ പാടാണ്. അപ്പോൾ അത് ആ മനസ്സിൻ്റെ ചിന്ത കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ മുന്നിൽ നിൽക്കുന്നത്. തൊഴുകൈയോടെ ആ വലിയ കലാകാരൻ്റെ പാദത്തിൽ ഒന്ന് തൊട്ടു. അപ്പോൾ പെട്ടെന്ന് എന്നെ പിടിച്ചെഴുപ്പിച്ചു. ഏയ് നെഹി എന്നൊക്കെ പറഞ്ഞു. ഇത്രയുമൊക്കെ ഞാൻ പറഞ്ഞത് കാലം കടന്നുപോയി. അദ്ദേഹം മരിച്ചിട്ട് ഏകദേശം 13 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ജീവിതത്തിൻ്റെ തുഴച്ചിലിൽ ആ വലിയ കലാകാരനെ കാണാനും ആ നിമിഷങ്ങൾ ധന്യമാക്കി തീർക്കാനും കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ മനസ്സിന് സന്തോഷം പകർന്നതൊന്ന്. അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ കേൾക്കുക, ആസ്വദിക്കുക. ഞാൻ കണ്ട ഭീംസൻ ജോഷി, അദ്ദേഹത്തെ കണ്ടുമുട്ടിയ ആ ഓർമ്മകൾ നിങ്ങളോട് ഞാൻ പങ്കുവച്ചു. ആസ്വദിക്കുമല്ലോ. ഇവിടെ നിർത്തട്ടെ എൻ്റെ വാക്കുകൾ. നന്ദി, നമസ്കാരം.